ഹരിയോം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ലോകമിപ്പോഴും COVID-19 എന്ന മഹാമാരി ഉണ്ടാക്കി വച്ചിരിക്കുന്ന മഹാദുരിതത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഏറെ വിഷമിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഇത് സ്വാധീനിച്ചിരിക്കുന്നു. സാമ്പത്തികമായി, ആരോഗ്യപരമായി, ജോലി, വിദ്യാഭ്യാസം തുടങ്ങി മനുഷ്യ ജീവിതത്തെ ഏറെ ക്ലേശങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും ഈ മഹാവ്യാധി തള്ളിവിട്ടിരിക്കുകയാണ്. ലോകത്തെ ഈ മഹാവ്യാധിയുടെ പിടിയിൽ നിന്നും ദുരിതങ്ങളുടെ നടുക്കയത്തിൽ നിന്നും പിടിച്ചുയർത്താൻ നമുക്കെല്ലാവർക്കും കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മഹായജ്ഞത്തിൽ പങ്കാളികളാവാം. ഈ വരുന്ന നവംബർ 14 ദീപാവലി ദിവസം നമുക്കെല്ലാവർക്കും ഒന്നുചേർന്ന് ശബരിമല നിയുക്ത മേൽശാന്തി ബ്രഹ്മശ്രീ ജയരാജ് പോറ്റിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹാമൃത്യുഞ്ജയ ഹോമത്തിലും ആചാര്യന്മാർ നയിക്കുന്ന മഹാമൃത്യുഞ്ജയ ജപത്തിലും പങ്കാളികളായി നമുക്ക് ഈ മഹാമാരിയെ നേരിടാൻ മനസ്സർപ്പിച്ചുകൊണ്ട് ഈ ലോകത്തെ അനുഗ്രഹിക്കാം. നവംബർ 14 കാലത്ത് 7 മണിക്ക് ജയരാജ് പോറ്റിജി അദ്ദേഹത്തിൻ്റെ കുടുംബ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ 108 ഔഷധ കൂട്ടുകൾ ചേർത്തുകൊണ്ട് ധന്വന്തിരി ഹോമം ചെയ്യുമ്പോൾ അതിൻ്റെ പുകപടലം ലോകത്തെങ്ങും വ്യാപിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ ഈ മഹാമാരിയെ നേരിടാനുള്ള സകല ശക്തിയും അനുഗ്രഹവും ഉണ്ടാവണേ എന്ന് മനസ്സർപ്പിച്ചുകൊണ്ട് സങ്കല്പിക്കുകയാണ്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി കാലത്ത് 7 മണിക്ക് അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് മഹാമൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കാം. അതിന് സാധിക്കാത്ത ആളുകൾ ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാവുക. നമ്മുടെ സങ്കല്പങ്ങളാണ് ലോകത്തിൻ്റെ ശക്തിയായി മാറുന്നത്. ലോകം ഇന്ന് ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. പല രാജ്യങ്ങളും വാക്സിൻ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഭാരതം തരുന്ന വാക്സിനോടാണ് ലോകത്തിനേറെ പ്രിയം. കാരണം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭാരതം എന്നും കാക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ ഋഷിവര്യന്മാർ നമ്മുടെ രാജ്യത്തുള്ളവരുടെ മാത്രം പുരോഗതിയല്ല നോക്കിയത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, സർവേഷാം സുസ്ഥിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു. ലോകത്തിന് നന്മയുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. അതുകൊണ്ടാണ് ഭാരതത്തെ ഏറെ ബഹുമാനത്തോടെ ഇന്നും ലോകം ഉറ്റുനോക്കുന്നത്. നമ്മളാരെയും ചതിക്കുകയോ വഞ്ചിക്കുകയോ പറ്റിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ സത്യസന്ധത, നമ്മളിലെ ആത്മാർത്ഥത, നമ്മളിലെ അർപ്പണം, നമ്മളിലെ ഈശ്വരീയത, അതാണ് ലോകം ഇന്ന് ആദരിച്ചിട്ടുള്ളത്. ഈ ഒരു സത്യം ലോകത്തിൽ മുഴുവൻ എത്തിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്ന മന്ത്രം കൊണ്ടും യജ്ഞം കൊണ്ടും ഹോമം കൊണ്ടും സമസ്ത ലോകത്തിനും ഈ ദുരിതങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനും വീണ്ടും പൂർവാധികം സർവ്വ ഐശ്വര്യത്തോടുകൂടി ജീവിതം നന്മയിലേക്ക് ഉയർത്താനും സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് നവംബർ 14 കാലത്ത് 7 മണിക്ക് മഹാമൃത്യുഞ്ജയ ജപം ജപിക്കുകയും ചെയ്യാം. എല്ലാ ക്ഷേത്രങ്ങളിലും അതാത് കമ്മിറ്റികൾ രാവിലെ മൃത്യുഞ്ജയ ഹോമം നടത്തിക്കൊണ്ട് ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ മഹായജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഹരിയോം, പ്രണാമം.